നീലിമ നോക്കൂ, മുസ്ലിം ഡോമിനൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള അതായത് ഈ ശരീഅത്ത് നിയമപ്രകാരം കർക്കശമായി പാലിക്കപ്പെടണം എന്ന് വാശി പിടിക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുകയാണ്. സൗദി അറേബ്യയിൽ പോലും അവർ എന്താ പറയണ്ടേ, പുരോഗമന ചിന്താഗതിക്കാരായി മാറുകയാണ്. പുരോഗതിയിലേക്ക് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ കൊച്ചു കേരളത്തിൽ ഇതുപോലെ ഹലാൽ ജിം തുടങ്ങുന്നത്. വളരെ ആശങ്കയോടെയല്ലേ നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്? അതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നമ്മൾ ഈ കരുതുന്നത് പോലെ ഈ ജിം, അതുപോലെ ഈ പറയുന്ന നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ കോർപ്പറേറ്റ് ജിഹാദ്, ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാക്കായിരിക്കും ഒരുപക്ഷെ ജിം ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ 2047 ഭാരതത്തെ മതരാഷ്ട്രം ആക്കണം, ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് വളരെ കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ ജിം ജിഹാദിനെ കുറിച്ച് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. അവിടെ മിർസാപൂരിൽ ഇത്തരത്തിൽ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ മറവിൽ പെൺകുട്ടികളെ അവരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ട ഒരു ഉപാധിയാക്കി ഫിറ്റ്നസ് സെൻ്ററുകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു. അതിൽ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ഒരാൾ ഉൾപ്പെടെ 10ഓളം പേർ ഈ കേസിൽ പ്രതികളാണ്. 50ഓളം സ്ത്രീകളുടെ അവരുടെ രീതി അറിയാമല്ലോ, ലവ് ജിഹാദിൻ്റെ അതേ വേറൊരു വേർഷനാണ് ഇപ്പോൾ ഈ ജിം ജിഹാദ് എന്ന് പറയുന്നത്. ഈ ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കാത്ത സ്ത്രീകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ എത്തുന്ന സ്ത്രീകളെ അവരുമായി വലിയ അടുപ്പം സ്ഥാപിക്കുകയും അവരുടെ ദൃശ്യങ്ങളടക്കം പകർത്തുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി മതപരിവർത്തനത്തിലേക്ക് പതുക്കെ അവരെ കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഇത് ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ ഉണ്ടായതാണ്. വളരെ കൃത്യമായി കേസെടുത്ത കാര്യമാണ്. മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേർഷൻ കേരളത്തിലേക്ക് കൂടി എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു മെക് 7 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തതാണ്. അതിപ്പോൾ ഏതാണ്ട് വലിയൊരു വിവാദം, അത് വളരെ സൈലന്റായി നടന്നു വന്നൊരു പ്രക്രിയയാണ്. യഥാർത്ഥത്തിൽ CPM-ന്റെ പി മോഹനാണ് ആ ഒരു വിവാദം കൊടുത്തുവിടുന്നത്. ഈ മെക് 7 പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പഴയ ഭാരവാഹികളാണ് എന്നുള്ളത്. അതിനൊരു കാര്യമുണ്ട്. കാര്യം 2012 മെക് 7 എന്ന് പറയുന്ന ഒരു സംരംഭം ആദ്യമായി കേരളത്തിൽ തുടങ്ങുന്നത്. പക്ഷേ 2022 ശേഷം മലബാറിൽ മാത്രം 1000-ലധികം യൂണിറ്റുകൾ രൂപീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ടും അതുപോലുള്ള SDPI-യും തമ്മിൽ ഉള്ള ശക്തികളാണെന്ന് ആദ്യം പറയുന്നത് CPM ആണ്. അത് പിന്നീട് വലിയ വിവാദമായി. ഏതായാലും മെക് 7 ഇപ്പോൾ വളരെ സൈലന്റ് ആയ ഒരു സ്ഥിതിയിലാണ് എന്ന് കാണാം. പക്ഷേ അതിന് പകരം ഉദയം കൊണ്ടതാണോ ഈ ജിം ജിഹാദ് എന്ന് പറയുന്ന ശരീഅത്ത് നിയമം നടപ്പാക്കുന്ന ജിമ്മുകൾ എന്നതാണ് അന്വേഷണ ഏജൻസികൾ അടക്കം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.